ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. 10th Prelims 2022 50 ഡേയ്സ് സ്റ്റഡി പ്ലാന്റെ ഡേ 20 ആണ് ഇന്ന് പഠിക്കാനുള്ള ടോപ്പിക്സ് മെന്റൽ എബിലിറ്റി, ഒറ്റയാനെ കണ്ടെത്തൽ, ജനറൽ സയൻസിൽ കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകളെ പറ്റിയാണ് പഠിക്കാനുള്ളത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട 2 SCERT ചാപ്റ്റേഴ്സ് ഉണ്ട്. 5th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 4 വിത്തിനുള്ളിലെ ജീവൻ, 7th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 1 മണ്ണിൽ പൊന്നു വിളയിക്കാം. ഇതില് 7th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 1 മണ്ണിൽ പൊന്നു വിളയിക്കാൻ ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട്. അത് കമ്മ്യൂണിറ്റി ടാബിലും അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിലും ഷെയർ ചെയ്തിരിക്കാം. അപ്പോൾ ടെലഗ്രാം ചാനലിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് ഞാൻ എൻ്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിരിക്കാൻ ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനലിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാനും പറ്റുന്നതാണ്. അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 5th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 4 വിത്തിനുള്ളിലെ ജീവൻ എന്നതാണ്. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 4 വിത്തിനുള്ളിലെ ജീവൻ. അപ്പൊ ഇതിൽ ആദ്യം പഠിക്കേണ്ട പോയിന്റ്സ് ഒരു വിത്ത് മുളയ്ക്കുന്നതിന് ആവശ്യമായ ഘടകങ്ങൾ ഏതെല്ലാമാണ്? വിത്ത് ഇങ്ങനെ ഒരു കോൺവെർസേഷൻ ചെയ്തിരിക്കുന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു കൺക്ലൂഷൻ എന്നോണം ഒരു ബോക്സിൽ നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. വിത്ത് മുളയ്ക്കുന്നതിന് വായു, ജലം, അനുകൂല താപനില എന്നിവ ആവശ്യമാണ്. അപ്പൊ വിത്ത് മുളയ്ക്കുന്നതിന് എന്തെല്ലാം ആവശ്യമാണ്? വായു വേണം, ജലം വേണം, അനുകൂല താപനില ഉണ്ടായിരിക്കണം. ഇനി മുളച്ചു കഴിഞ്ഞ് വളരുന്നതിന് എന്തെല്ലാം ഘടകങ്ങൾ ആവശ്യമാണ്? സൂര്യപ്രകാശം, മണ്ണ് എന്നിവ ആവശ്യമാണ്. അപ്പൊ വിത്ത് മുളയ്ക്കുന്നതിന് വായു, ജലം, അനുകൂല താപനില എന്നിവ ആവശ്യമാണ്. മുളച്ചു കഴിഞ്ഞ് വളരുന്നതിന് എന്തെല്ലാം വേണം? സൂര്യപ്രകാശം, മണ്ണ് എന്നിവയും വേണം. ഓക്കെ, അപ്പൊ താഴെ പറയുന്ന ഘടകങ്ങളെ വിത്ത് മുളയ്ക്കാൻ ആവശ്യമായവ അല്ലാത്തവ എന്നിങ്ങനെ തരംതിരിക്കുക. അപ്പൊ വിത്ത് മുളയ്ക്കാൻ ആവശ്യമായത് ഏതൊക്കെയാണ്? വായു വേണം, വെള്ളം വേണം, അനുകൂല താപനില ഉണ്ടായിരിക്കണം. ഓക്കെ, ഇവിടെ നെൽവിത്ത് മുളപ്പിക്കുന്ന രീതി കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ ഇനി വരാനിരിക്കുന്ന എല്ലാ കേരള PSC പരീക്ഷകൾക്കും വേണ്ടിയിട്ട് ഉടനെ തന്നെ കുറച്ച് ബാച്ച് കോഴ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. KS എക്സാമിന് വേണ്ടിയിട്ട് പുതിയ കാറ്റഗറി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ LP UP എക്സാമിന് വേണ്ടി ഒരു 180 ഡേ ഫൗണ്ടേഷൻ ബാച്ച് കോഴ്സ് April 6 സ്റ്റാർട്ട് ആവുന്നുണ്ട്. അപ്പൊ ഈ കോഴ്സും അതുപോലെ അൺഅക്കാഡമി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ കോഴ്സുകളും ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. 10% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. അതുപോലെ March 21 10th ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ട് ഒരു 55 ഡേയ്സ് ബാച്ച് കോഴ്സ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ട് 150 ഡേയ്സ് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. SCERT മാത്രം ഫോക്കസ് ചെയ്തിട്ട് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഡിഗ്രി ലെവൽ പ്രിലിംസിന് ഓൾറെഡി തന്നെ ബാച്ച് കോഴ്സസ് ഉണ്ട്. അതുപോലെ 10th ലെവൽ പ്രിലിംസ്, ഡിഗ്രി പ്രിലിംസ്, KS പ്രിലിംസ് ആൻഡ് മെയിൻസ് രണ്ടും കൂടെ ജോയിൻ ചെയ്തിട്ട് ബാച്ച് കോഴ്സസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഈ പറഞ്ഞ എല്ലാം ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ 10% ഡിസ്കൗണ്ടും കിട്ടുന്നതാണ്. അതുപോലെ അൺഅക്കാഡമിയിൽ ഫ്രീ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഈ ഏപ്രിൽ മാസം നടക്കുന്നുണ്ട്. രാത്രി 8 മണിക്കാണ്. 3, 10, 17, 24 തീയതികളിലായിട്ട് ജോയിൻ ചെയ്യാം. പ്രൈസുകൾ നേടാവുന്നതാണ്. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ എടുക്കുമ്പോൾ 10% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, ഇനി അടുത്ത് പഠിക്കേണ്ടത് ബീജാങ്കുരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ബീജാങ്കുരണം അഥവാ ജെർമിനേഷൻ ഓഫ് സീഡ്സ്. അനുകൂല സാഹചര്യത്തിൽ വിത്തിനകത്തുള്ള ഭ്രൂണം തൈച്ചെടിയായി വളരുന്ന പ്രവർത്തനമാണ് വിത്ത് മുളയ്ക്കൽ അഥവാ ബീജാങ്കുരണം എന്ന് പറയുന്നത്. അപ്പൊ അനുകൂല സാഹചര്യം, ഫേവറബിൾ സിറ്റുവേഷൻസിൽ വിത്തിനകത്തുള്ള എംബ്രിയോ തൈച്ചെടിയായിട്ട് വളരുന്ന പ്രവർത്തനത്തെയാണ് എന്ത് പറയുന്നത്? വിത്ത് മുളയ്ക്കൽ അഥവാ ബീജാങ്കുരണം എന്ന് പറയുന്നത്. വിത്തിലെ സൂക്ഷ്മ ദ്വാരത്തിലൂടെ ജലം ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. വിത്ത് കുതിർന്ന് പുറന്തോട് പൊട്ടുന്നു. വിത്തിനുള്ളിലെ ഭ്രൂണവും ശ്വസിക്കുന്നുണ്ട്. വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്നതാണ് ബീജമൂലം അഥവാ റാഡിക്കിൾ. അപ്പോൾ ഒരു വിത്ത് മുളയ്ക്കുന്ന ചിത്രം ഇവിടെ കാണിച്ചിട്ടുണ്ട്. വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തേക്ക് വരുന്നതാണ് എന്ത്? ബീജമൂലം അഥവാ റാഡിക്കിൾ എന്ന് പറയുന്നത്. ബീജമൂലം മണ്ണിലേക്ക് വളർന്ന് വേരാകുന്നു. അപ്പൊ ഈ ബീജമൂലം എന്ത് ചെയ്യുന്നു? മണ്ണിലേക്ക് വളർന്നിട്ട് അത് എന്തായിട്ട് മാറുന്നു? വേരായിട്ട് മാറുന്നു.
ഭ്രൂണത്തിൽ നിന്നും മുകളിലേക്ക് വളരുന്ന ഭാഗമാണ് ബീജശീർഷം അഥവാ പ്ലിമ്യൂൾ എന്ന് പറയുന്നത്. അപ്പൊ പ്ലിമ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭ്രൂണത്തിൽ നിന്നും മുകളിലേക്ക് വളരുന്ന ഭാഗമാണ് ഏതെന്ന് പറയുന്നത്? ബീജശീർഷം അഥവാ പ്ലിമ്യൂൾ എന്ന് പറയുന്നത്. ഈ പ്ലിമ്യൂൾ ആണ് എന്ത് ചെയ്യുന്നത്? കാണ്ഡമായിട്ട് വളരുന്നത്. കാണ്ഡം അഥവാ സ്റ്റെം ആയിട്ട് വളരുന്നത് ഏതാണ് എന്ന് ചോദിച്ചാൽ ബീജശീർഷം അഥവാ പ്ലിമ്യൂൾ ആണ്. ഇല ആഹാരം നിർമ്മിക്കാൻ പാകമാകുന്നത് വരെ ബീജപത്രത്തിലെ ആഹാരമാണ് മുളച്ചു വരുന്ന സസ്യം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇല ആഹാരം നിർമ്മിക്കാൻ പാകമാകുന്നത് വരെ ബീജപത്രം, ഇതാണ് ഈ കാണുന്നതാണ് എന്തെന്ന് പറയുന്നത്? ബീജപത്രം എന്ന് പറയുന്നത്. ഈ ബീജപത്രത്തിലെ ആഹാരമാണ് മുളച്ചു വരുന്ന സസ്യം ഉപയോഗിക്കുന്നത്. അപ്പോൾ ബീജമൂലം, ബീജശീർഷം, അതുപോലെ ബീജപത്രം എന്താണെന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, ഇനി എന്താണ് കായിക പ്രജനനം? കായിക പ്രജനനം എന്ന് പറയുന്നത് സസ്യങ്ങളുടെ കായിക ഭാഗങ്ങളായ വേര്, തണ്ട്, ഇല മുതലായവയിൽ നിന്ന് പുതിയ സസ്യം ഉണ്ടാകുന്നതിനെയാണ് എന്ത് പറയുന്നത്? കായിക പ്രജനനം അഥവാ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. അതായത് സസ്യങ്ങളുടെ വേര്, തണ്ട്, ഇല ഇവയൊക്കെ നമ്മൾ നട്ടിട്ട് പുതിയ സസ്യം അതിൽ നിന്നും ഉണ്ടാകുന്നതിനെയാണ് എന്ത് പറയുന്നത്? കായിക പ്രജനനം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വിത്ത് വിതരണം എന്താണ്? ഡിസ്പേഴ്സൽ ഓഫ് സീഡ് അഥവാ വിത്ത് വിതരണം എന്ന് പറഞ്ഞാൽ ഒരു സസ്യത്തിന്റെ വിത്തുകളെല്ലാം അതിന്റെ ചുവട്ടിൽ തന്നെ വീണ് മുളയ്ക്കുകയാണെങ്കിൽ അവയ്ക്കെല്ലാം വളരുന്നതിനാവശ്യമായ മണ്ണ്, വെള്ളം, സൂര്യപ്രകാശം, ധാതു ലവണങ്ങൾ എന്നിവ ലഭിക്കില്ല. അതിനാൽ വിത്തുകൾ പല ഭാഗങ്ങളിലായി വിതരണം ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇതുമൂലം ഒരു സസ്യത്തിന് വിവിധ സ്ഥലങ്ങളിൽ എത്തിപ്പെട്ട് വളരാൻ സാധിക്കുന്നു. വിവിധ സസ്യങ്ങൾ ഒരു പ്രദേശത്ത് കാണപ്പെടുന്നതും വിത്ത് വിതരണം ചെയ്യപ്പെടുന്നത് മൂലമാണ്. അപ്പോൾ ഒരു സസ്യത്തിന്റെ വിത്ത് അതിന്റെ ചുവട്ടിൽ തന്നെ വീണ് കഴിഞ്ഞാൽ അതിനാവശ്യമായിട്ടുള്ള മണ്ണ്, വെള്ളം, സൂര്യപ്രകാശം, ധാതു ലവണങ്ങൾ എന്നിവ എല്ലാ വിത്തിനും എന്ത് ചെയ്യത്തില്ല? കിട്ടത്തില്ല. അതുകൊണ്ട് പല ഭാഗങ്ങളിലായിട്ട് ഈ വിത്ത് വിതരണം ചെയ്യപ്പെടേണ്ടതുണ്ട്. അപ്പൊ ഇതുമൂലം ഒരു സസ്യത്തിന് വിവിധ സ്ഥലങ്ങളിൽ എത്തിപ്പെട്ട് വളരാൻ വേണ്ടി സാധിക്കുന്നു. വിവിധ സസ്യങ്ങൾ ഒരു പ്രദേശത്ത് കാണപ്പെടുന്നതും വിത്ത് വിതരണം ചെയ്യപ്പെടുന്നത് മൂലമാണ്. അപ്പൊ എങ്ങനെയാണ് വിത്ത് വിതരണം ചെയ്യുന്നത്? വിതരണം ചെയ്യപ്പെടുന്നതിന് വിത്തുകൾക്ക് ഒട്ടേറെ സവിശേഷതയുണ്ട്. ഇവിടെ കുറച്ച് ചെടികളൊക്കെ കാണിച്ചിട്ടുണ്ട്. മഹാഗണി, വെണ്ട, അതുപോലെ തെങ്ങ്, അത്തിപ്പഴം തിന്നുന്ന പക്ഷി, കാശിത്തുമ്പ. അപ്പൊ ഇതിലൊക്കെ വിത്ത് വിതരണം ഒരേ രീതിയിലാണോ നടക്കുന്നത്? അല്ല, പല പല രീതിയിലാണ് ഈ പറഞ്ഞ സസ്യങ്ങളിലൊക്കെ വിത്ത് വിതരണം നടക്കുന്നത്. അപ്പൊ എങ്ങനെയൊക്കെയാണ് വിത്ത് വിതരണം നടക്കുന്നത്? സസ്യങ്ങൾ ഏതെല്ലാമാണ്? അതിനുള്ള അനുകൂലങ്ങൾ എന്തെല്ലാമാണ് നോക്കാം. ഈ 2 കോളം മാത്രം പഠിച്ചാൽ മതി. കാറ്റു വഴി വിത്ത് വിതരണം നടക്കുന്നത് ഏതെല്ലാം സസ്യങ്ങളിലാണ്? അപ്പുപ്പന്താടിയിലും മഹാഗണിയിലുമാണ്. അപ്പുപ്പന്താടിയിലും മഹാഗണിയിലുമാണ് എന്ത് ചെയ്യുന്നത്? കാറ്റ് വഴി വിത്ത് വിതരണം നടക്കുന്നത്. ജലം വഴി തെങ്ങിലാണ് വിത്ത് വിതരണം നടക്കുന്നത്. അപ്പോൾ തെങ്ങിലെ ജലം വഴിയാണ് വിത്ത് വിതരണം നടക്കുന്നത്. ജന്തുക്കൾ വഴി വിത്ത് വിതരണം നടക്കുന്ന സസ്യങ്ങളാണ് ആൽമരം, പ്ലാവ്, പേര, അസ്ത്രപ്പുല്ല്. ആൽമരം, പ്ലാവ്, പേര, അസ്ത്രപ്പുല്ല് എന്നിവയിൽ ജന്തുക്കൾ വഴിയാണ് എന്ത് നടക്കുന്നത്? വിത്ത് വിതരണം നടക്കുന്നത്. പൊട്ടിത്തെറിച്ച് വിത്ത് വിതരണം നടക്കുന്നത് വെണ്ടയിലും കാശിത്തുമ്പയിലുമാണ്. വെണ്ട, കാശിത്തുമ്പ എന്നീ സസ്യങ്ങളിലാണ് പൊട്ടിത്തെറിച്ച് വിത്ത് വിതരണം നടക്കുന്നത്. അപ്പൊ കാറ്റുവഴി, ജലം വഴി, ജന്തുക്കൾ വഴി, പൊട്ടിത്തെറിച്ച് എന്തായാലും ചോദിക്കും, ഓർത്തു വെച്ചിരിക്കാം. ഓക്കെ, ഇനി കടൽ കടന്നെത്തിയ അതിഥികൾ, അതായത് ദൂരസ്ഥലങ്ങളിൽ നിന്നും നമ്മുടെ നാട്ടിലേക്ക് എത്തിയ കാർഷിക വിളകളും അവ എവിടെ നിന്നാണ് എത്തിയത്? ഇതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. കടൽ കടന്നെത്തിയ അതിഥികൾ. കൈതച്ചക്ക, മരിച്ചീനി, തക്കാളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, പേരയ്ക്ക, പപ്പായ, കാപ്പി എന്നീ കാർഷിക വിളകളുടെ ജന്മദേശം അമേരിക്കയാണ്. കൈതച്ചക്ക, മരിച്ചീനി, തക്കാളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, പേരയ്ക്ക, പപ്പായ, കാപ്പി അമേരിക്കയാണ് ജന്മദേശം. തേയിലയുടെ ജന്മദേശം എവിടെയാണ്? ചൈന. ചൈനയാണ് തേയിലയുടെ ജന്മദേശം. ക്യാബേജിന്റെ ജന്മദേശം യൂറോപ്പാണ്. ക്യാബേജിന്റെ ജന്മദേശം ഏതാണ്? യൂറോപ്പ്. റബ്ബർ, കശുമാവ് എന്നിവയുടെ ജന്മദേശം ബ്രസീലാണ്. എപ്പോഴും ചോദിക്കാറുള്ളതാണ് റബ്ബറിന്റെ ജന്മദേശം.
ബ്രസീലാണ്. അപ്പൊ റബ്ബർ, കശുമാവ് എന്നിവയുടെ ജന്മദേശം ബ്രസീൽ. ക്യാബേജിന്റെ ജന്മദേശം യൂറോപ്പ്. തേയിലയുടെ ജന്മദേശം ചൈന. കൈതച്ചക്ക, മരിച്ചീനി, തക്കാളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, പേരയ്ക്ക, പപ്പായ, കാപ്പി എന്നിവയുടെ ജന്മദേശം എവിടെയാണ്? അമേരിക്കയുമാണ്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ്. നമ്മുടെ ഭക്ഷ്യ കാർഷിക വിളകൾ എന്നുള്ള ഭാഗത്ത് നിന്നും പഠിച്ചിരിക്കേണ്ട ഒരു ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഞാൻ ടെലഗ്രാം ചാനലിൽ ഇട്ടുതരാം. നിങ്ങൾക്ക് പോണിന്റെ രൂപത്തിൽ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഫസ്റ്റ് കമന്റ് ആയിട്ട് അതിന്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് പഠിക്കേണ്ട രണ്ടാമത്തെ ചാപ്റ്ററും ടെലഗ്രാമിൽ ഷെയർ ചെയ്ത് തന്നേക്കാം. ഓക്കെ, അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും കാണാം. താങ്ക് യു.